നമസ്കാരം. ഗ്ലോബൽ മാർക്കറ്റിൽ വന്ന ചില ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ചെറിയ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. കൂടാതെ മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റി വർദ്ധിക്കാനും സാധ്യതയുണ്ട്. ഇറാൻ്റെ സുപ്രീം ലീഡറായിരുന്ന ഖമേനിയുടെ ഫ്യൂണറൽ പ്രേയേഴ്സിൽ ചില റിവെഞ്ച് സ്ലോഗനുകൾ ഉയർന്നു കേൾക്കുകയും ഈ സ്ലോഗനുകൾ ഇറാൻ ഭരണകൂടത്തിന് മുകളിൽ വളരെ വലിയ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നുണ്ടെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് വഴി കഴിഞ്ഞ ദിവസം കടന്നുപോയ 3 കൊമേഴ്ഷ്യൽ ഓയിൽ ടാങ്കറുകൾക്ക് മുകളിൽ വലിയ രീതിയിലുള്ള മിസൈൽ അറ്റാക്കും ഡ്രോൺ അറ്റാക്കും സംഭവിക്കുകയും ചെയ്തു. ഇതിൽ ഖത്തറിൻ്റെ ഒരു LNG കാരിയറും ഉണ്ടായിരുന്നു. ഇതിനുള്ള ഒരു മറുപടി എന്ന നിലയിൽ US സെൻട്രൽ കമാൻഡ് ഇപ്പോൾ ഇറാന് നേരെ അതിശക്തമായ എയർ സ്ട്രൈക്കും സൈനിക ആക്രമണങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. ഇറാൻ കൂടാതെ അമേരിക്ക ഇറാൻ്റെ മേലുള്ള താൽക്കാലിക ഓയിൽ സാങ്ഷൻ വേവിയർ റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു വലിയ സൈനിക നീക്കം ഗ്ലോബൽ മാർക്കറ്റിൽ അസ്ഥിരത ഉയർത്തുന്നതിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിക്കുകയും ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്ന വണ്ണം ക്രൂഡിൻ്റെ വിലയിൽ 5% വർധനവുണ്ടാവുകയും ചെയ്തു. ബ്രന്റ് ക്രൂഡിൻ്റെ വില $76 പെർ ബാരൽ എന്ന ലെവലിലേക്ക് ഉയർന്നു. ഇത് ക്രൂഡ് ഇമ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യ പോലുള്ള ഇക്കോണമികളെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു നെഗറ്റീവ് അപ്ഡേറ്റാണ്. അതുകൂടാതെ മറ്റൊരു പ്രധാന നെഗറ്റീവ് അപ്ഡേറ്റ് ടെക് സെക്ടറിലെ സ്റ്റോക്കുകളുമായി ബന്ധപ്പെട്ടതാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചിപ്പ് മാനുഫാക്ചറിംഗ് സെക്ടറിലെ അമേരിക്കയുടെ മൊണോപ്പൊളി അവസാനിപ്പിച്ചുകൊണ്ട് ചൈനീസ് സ്റ്റാർട്ടപ്പ് കമ്പനിയായ ഡീപ് സീക്ക് എന്ന കമ്പനി സ്വന്തമായി AI ചിപ്പുകൾ നിർമ്മിക്കാൻ പോകുന്നു എന്നുള്ളൊരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള AI ചിപ്പ് മാനുഫാക്ചറിംഗ് സെക്ടറിലെ സ്റ്റോക്കുകളിലൊക്കെ സെല്ലിംഗ് പ്രഷർ ശക്തമായിരുന്നു. ഇൻ്റൽ, എൻവിഡിയ, മൈക്രോൺ, സാൻഡിസ്ക് തുടങ്ങിയ കമ്പനികളുടെ സ്റ്റോക്കുകൾ 5 മുതൽ 10% ഇടിഞ്ഞു. കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് നെഗറ്റീവ് സെഡിൽ ക്ലോസിംഗ് നൽകി. ഡോ ജോൺസ് 0.25%, S&P 0.45%, നാസ്ഡാക്ക് 1.6% ഇടിഞ്ഞത്. കൂടാതെ ഇന്ത്യ വിക്സ് 3.5% വർദ്ധിച്ച് 16 മുകളിലേക്ക് എത്തുകയും ചെയ്തു. ഇതൊക്കെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിനെ വോളറ്റൈലാകാനുള്ള സാധ്യത നിലനിർത്തുകയാണ്. അതേസമയം കഴിഞ്ഞ ദിവസം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ നെറ്റ് ബയറായി മാറിയിരുന്നു. 400 കോടി രൂപയുടെ ബൈയിങ് ആണ് നടത്തിയത്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ 400 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തുകയും ചെയ്തു. അമേരിക്കൻ മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയിരിക്കുന്ന വിവിധ കമ്പനികളുടെ ADR നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ബാങ്കിങ് സെക്ടറിലെ ഒട്ടുമിക്ക ADRകളും നെഗറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത്. അതുകൊണ്ട് ഓവറോൾ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ബിയറിഷ് മൊമെൻറ്റം അല്ലെങ്കിൽ ഒരു സെല്ലിംഗ് പ്രഷർ വരാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്. അതേസമയം മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടുള്ള ചില പോസിറ്റീവ് ന്യൂസ് കൂടിയുണ്ട്. ഒന്നാമത്തേത് ഇന്ത്യൻ രൂപയുടെ സ്റ്റെബിലിറ്റിയാണ്. ഇന്ത്യൻ രൂപ 4% വർദ്ധിച്ച് 94.97 എന്ന ലെവലിൽ ഡോളറിനെതിരെ അവരുടെ മൂല്യം നേടിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ രൂപയുടെ സ്റ്റെബിലിറ്റി വർദ്ധിക്കുകയും ചെയ്തു. രണ്ടാമത്തേത് ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് മൺസൂണുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ട ഒരു പ്രധാന അപ്ഡേറ്റാണ്. ജൂലൈ 7-ാം തീയതി വരെയുള്ള കണക്കനുസരിച്ച് രാജ്യത്ത് 183.3 mm മഴ ലഭിച്ചിട്ടുണ്ട്. ഇത് നോർമൽ ലെവലായ 221.6 mm താഴ്ന്ന ലെവലിലാണെങ്കിലും മുമ്പുണ്ടായിരുന്ന 38 മുതൽ 40% വരെയുള്ള മൺസൂൺ ഡെഫിസിറ്റ് ഇപ്പോൾ വെറും 17% കുറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഒഡീസ തുടങ്ങിയ സംസ്ഥാനങ്ങളിലുള്ള കനത്ത മഴ മൂലം മൺസൂൺ നോർമൽ ലെവലിന് മുകളിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മൺസൂൺ ഒരു റിക്കവറി സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇത് FMCG, റൂറൽ സെൻറ്റിമെൻറ്റ്, ട്രാക്ടർ, ഫെർട്ടിലൈസർ, അഗ്രി റിലേറ്റഡ് സ്റ്റോക്കുകളിലൊക്കെ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് നടത്തിയേക്കും. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലെ പ്രധാന ടെക്നിക്കൽ ലെവൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 24,400 മുകളിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ മാർക്കറ്റിന് ബുള്ളിഷ് സെൻറ്റിമെൻറ്റ് അല്ലെങ്കിൽ ബയേഴ്സിൻ്റെ സപ്പോർട്ട് ലഭിക്കുകയുള്ളൂ. 24,300 താഴെ പോവുകയാണെങ്കിൽ മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് പ്രഷർ വരാനും ഇന്ന് 24,250 മാർക്കറ്റ് ഓപ്പൺ ആവുകയാണെങ്കിൽ 24,170 മാർക്കറ്റിൻ്റെ ഒരു പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് 24,400 എന്ന ലെവൽ റിക്കവർ ആകുന്നതുവരെ മാർക്കറ്റിൽ ഒരു കൺസോളിഡേറ്റഡ് മൂവ്മെൻറ്റ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ഒന്നാമത്തേത് സീഗിൾ ഇന്ത്യ. വാരണാസി, റാഞ്ചി, കൊൽക്കത്ത ഹൈവേയുടെ 2 കൺസ്ട്രക്ഷൻ പാക്കേജുകളും ഇൻഡോർ ഉജ്ജയിൻ ഗ്രീൻഫീൽഡ് ഹൈവേ ഉൾപ്പെടെയുള്ള ഒരു പാക്കേജും ചേർത്ത് ടോട്ടൽ 4,050 കോടി രൂപയുടെ 3 പ്രോജക്റ്റുകൾ
സീഗിൾ ഇന്ത്യ എന്ന കമ്പനിക്ക് നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ സൈഡിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സീഗിൾ ഇന്ത്യ എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. മറ്റൊരു സ്റ്റോക്ക് DGVSL നിന്നും വാൻബന്ധു കല്യാൺ യോജന സ്കീം വഴി അദ്വൈത് എനർജി ട്രാൻസിഷൻ എന്ന കമ്പനിക്ക് 51 കോടി രൂപയുടെ ഒരു ടേൺകീ പ്രോജക്റ്റ് ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അദ്വൈത് എനർജി ട്രാൻസിഷൻ എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. റിഫെക്സ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനിക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാർ റോഡ് പ്രോജക്റ്റുകൾക്ക് ആയിട്ടുള്ള 20 കോടി രൂപയുടെ ഒരു പുതിയ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ റിഫെക്സ് ഇൻഡസ്ട്രീസ് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ലെനക്സിസ് ഫുഡ് വർക്സിൻ്റെ നേതൃത്വത്തിലുള്ള അക്വയർ ഗ്രൂപ്പിൽ 2235 കോടി രൂപയുടെ നിക്ഷേപം റെസ്റ്റോറൻറ്റ് ബ്രാൻഡ് നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ റെസ്റ്റോറൻറ്റ് ബ്രാൻഡ് എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. അതുപോലെ തന്നെ PC ജുവലർ എന്ന കമ്പനി അതിൻ്റെ നെറ്റ് ഡെപ്റ്റ് സ്റ്റാറ്റസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി കമ്പനി അതിൻ്റെ ബാങ്കുമായിട്ടുള്ള എല്ലാ കുടിശ്ശികകളും അടച്ചു തീർത്തു എന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് വരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ PC ജുവലേഴ്സ് എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. യൂണോ മിൻ്റ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. യൂണോ മിൻ്റ് മഹാരാഷ്ട്രയിൽ ഛത്രപതി നഗറിൽ പുതിയൊരു പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി 320 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ യൂണോ മിൻ്റ് എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. ശില്പ മെഡിക്കെയറിൻ്റെ ബാങ്കിങ് ഫെസിലിറ്റി റേറ്റിംഗ് AAAയിൽ നിന്നും സ്റ്റേബിൾ എന്ന റേറ്റിലേക്ക് ഉയർത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ശില്പ മെഡിക്കെയർ എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ OFS നടക്കുകയാണ്. OFSന് 1.33 കോടി രൂപയുടെ സബ്സ്ക്രിപ്ഷൻ 1.33 കോടിയുടെ OFS സക്സസ്ഫുൾ ആയ സ്ഥിതിക്ക് കമ്പനിയുടെ 5% സ്റ്റേക്കുകൾ കൂടി ഗ്രീൻ ഷൂ ഓപ്ഷൻ വഴി കമ്പനി വിറ്റഴിച്ചേക്കും. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ അമേരിക്ക ഇറാന് മുകളിൽ ആക്രമണം ആരംഭിച്ച സ്ഥിതിക്ക് ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകളെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്